കുഴപ്പമില്ല സർ. കുഴപ്പമില്ല. ഇപ്പൊ ജോണ്ടിസിന്റെ പ്രശ്നങ്ങൾ എത്ര പേർക്കുണ്ട് ക്ലാസ്സിൽ? ക്ലാസ്സിലിപ്പം 8 ആയി കൗണ്ട്, പക്ഷെ ഹോസ്റ്റലിൽ 60 അടുപ്പിച്ചായി കൗണ്ട് ആയിട്ടുണ്ട്. ഓക്കെ. സോ നമുക്ക് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസിൽ നിന്നൊരു ഇൻസ്ട്രക്ഷൻ കിട്ടാതെ കോളേജ് റീഓപ്പൺ ചെയ്യത്തില്ല. അതുവരെ നമുക്ക് ഓൺലൈൻ ക്ലാസ് തന്നെ ആയിരിക്കും. ഓക്കെ. സോ നമുക്ക് ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു ലെങ്ത് ഒരു 40 മിനിറ്റ്സിന് മേളിലൊന്നും കൂട്ടാൻ പറ്റത്തില്ല. ഓക്കെ. നിങ്ങൾക്ക് തന്നെ അത് സ്ട്രെസ്ഫുൾ ആയിട്ട് തോന്നും. കാരണം രാവിലെ മുതൽ വൈകിട്ട് വരെ അറ്റൻഡ് ചെയ്യണ്ടേ. അതുകൊണ്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് കൂടാതെ ടെക്സ്റ്റ് ബുക്ക് കൂടി നിങ്ങൾ വായിക്കുക. ഇപ്പം ഈ സമയത്ത് തന്നെ കാര്യങ്ങൾ വായിച്ച് പഠിച്ച് അപ്ഡേറ്റ് ചെയ്ത് പോകുക. നിങ്ങൾ വീട്ടിലായതുകൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി സമയം കിട്ടുന്നുണ്ട്. ഓക്കെ. സോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, അതേസമയം തന്നെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ഓക്കെ. അല്ലാതെ ഓൺലൈൻ ക്ലാസ് ഒരിക്കലും എഫക്റ്റീവായിട്ട് മാറത്തില്ല. ഞാൻ PPT ഷെയർ ചെയ്യാത്തതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, PDF കോപ്പീസ് ഉണ്ട്, നിങ്ങളത് വായിക്കാൻ വേണ്ടി തന്നെയാണ്. ഓക്കെ. ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ഓക്കെ. സോ അതുകൊണ്ടാണ് PPTs ഒന്നും ഇപ്പോഴും ഷെയർ ചെയ്യാത്തത്. ഓക്കെ. PPT വെച്ച് ആരും പഠിക്കാനിരിക്കരുത്. അതല്ല, ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോളജ് ഉണ്ടാക്കുക. ഓക്കെ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിയ ടോപ്പിക്കിന്റെ കണ്ടിന്യൂഷൻ ആണ്, വേരിയസ് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്പ്. ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് മൈക്രോസ്കോപ്പിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്? ആർക്കെങ്കിലും പറയാമോ? പറയൂ. ജിനനാഥ്. ജിനനാഥ് പറയൂ. സർ, ഹലോ. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്. ഓക്കെ. ജിനനാഥ് ഇല്ലേ? ക്ലാസ്സിലില്ലാതെ വെറുതെ മൈക്ക് ഓൺ ആക്കി ഇട്ടിരിക്കുവാണോ? വെറുതെ ലോഗിൻ ചെയ്തിരിക്കുവാണോ? ഹലോ. ജിനുനാഥ് കെ. അശ്വിൻ. അശ്വിനും ഇല്ല. ഓക്കെ. ജിനുനാഥിന് അശ്വിന് ഈ ക്ലാസ്സിൽ അറ്റൻഡൻസ് ഉണ്ടായിരിക്കത്തില്ല കേട്ടോ. സാർ അശ്വിനാണോ അശ്വിനാണോ? അശ്വിൻ SH. സാർ ഞാൻ അവിടെ ഉണ്ട്. ഓക്കെ. നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യുക. ജിനുനാഥിന് ഈ ക്ലാസ്സിൽ അറ്റൻഡൻസ് ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ്. ഒരു നോർമൽ പറഞ്ഞോളൂ. നെറ്റ് ഇഷ്യൂ ഉണ്ട്, അതാണ്. ലോഗിൻ ആവുന്നല്ലോ. നെറ്റ് ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്താടേ? നെറ്റ് പോയതായിരുന്നു. നെറ്റ് പോയതാണോ? ഇപ്പൊ ക്ലാസ്സിലുണ്ട്. എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത്? എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ സർഫസ് മെഷർമെന്റിന്റെ ടൈപ്സും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് ക്ലാസ് ഒക്കെ നടന്ന് അറിഞ്ഞില്ലായിരുന്നോ? അത് കഴിഞ്ഞിട്ട് ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. സർഫസ് റഫ്നെസ് അല്ല, അത് കഴിഞ്ഞിട്ട് ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. പഠിപ്പിച്ച പോർഷനാണ് ചോദിക്കുന്നത്. ഇതൊന്നും നിങ്ങൾ ആരും വായിക്കുന്നുമില്ല, ഒന്നും ചെയ്യുന്നുമില്ല. ഏത് പോർഷനാ പഠിപ്പിച്ചത്? അറിയത്തില്ല. ഹലോ സാർ, വോയിസ് ബ്രേക്ക് ആണ്. ഈയുടെ വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കാം. ഓക്കെ. സോ നമുക്ക് ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. മൈക്രോസ്കോപ്പിലല്ലേ? എന്താണ് പിന്നെ സർഫസ് റഫ്നെസ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? അത് 2 ക്ലാസ് മുമ്പ് പഠിപ്പിച്ചല്ലേ. എന്താ അതിന്റെ ടൈപ്സ് ആദ്യം പറഞ്ഞു, പിന്നെ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് ഒക്കെ ചെയ്തു. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് അത് കഴിഞ്ഞിട്ടായിരുന്നു ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിനെ പറ്റി എടുത്തേനെ. ഞാൻ ചോദിച്ചപ്പോ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. സർഫസ് റഫ്നെസ് അതിന്റെ ടൈപ്സ് എന്നേ പറഞ്ഞോളല്ലോ. അല്ലല്ല, ഇതും പറഞ്ഞിരുന്നു. എന്താണ് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്? ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് ലൈറ്റ് വെച്ചിട്ട് ഒബ്ജക്ട്സിനെ മാഗ്നിഫൈ ചെയ്യാനുള്ള ഒരു ഡിവൈസ് ആണ്. മാക്സിമം എത്ര വരെ നമുക്ക് പോസിബിൾ ആണ് മാഗ്നിഫിക്കേഷൻ? 1000x വരെ. ഓക്കെ. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിന് നമുക്ക് മാക്സിമം ഒരു 1000x വരെ പോസിബിൾ ആണ്. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അതിനുള്ള ലിമിറ്റേഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ട്രാൻസ്പെയറന്റ് ഓബ്ജക്റ്റ് ആണെങ്കിൽ
ക്ലിയർ ആയിട്ട് ഇല്യൂമിനേറ്റ് ചെയ്യപ്പെടും. എന്നാൽ ഒപ്പേക്ക് ഓബ്ജക്ട്സ് ആണെങ്കിൽ നമ്മൾ അതിലേക്ക് റിഫ്ലക്റ്റഡ് ലൈറ്റിൽ വേണം ഡിപ്പെൻഡ് ചെയ്യാൻ. അപ്പോൾ ലൈറ്റ് നമ്മൾ അറിയാം, ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന വിസിബിൾ ലൈറ്റ് ആണ്. വിസിബിൾ ലൈറ്റ് എഡ്ജസിൽ തട്ടുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നു? ഡിഫ്രാക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇന്റർഫറൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എക്സാക്ട്ലി ഒരു ക്ലിയർ ഇമേജ് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് വെച്ച് കിട്ടാൻ അല്പം പ്രയാസമായിരിക്കും. ഓക്കെ, കിട്ടുന്ന ഇമേജ് സെയിം ആയിരിക്കും, കറക്റ്റ് ആയിരിക്കും, പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തായിരിക്കത്തില്ല ഓബ്ജക്ട്സിന്റെ എഡ്ജസ്. ഓക്കെ, കാരണം ആ എഡ്ജസിൽ തട്ടി ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടുന്ന് എന്താണ് ഡിഫ്രാക്ഷനും ഇന്റർഫറൻസിനും ഒക്കെ വിധേയമാവുന്നുണ്ട്. അതുവഴി നമ്മൾ എക്സാക്ട്ലി ലൈറ്റിന്റെ ഒരു ഇന്റർഫിയർഡ് പാറ്റേൺ ഒക്കെ ആയിരിക്കാം നമ്മൾ കാണുന്നത്. ഓക്കെ, സോ നമ്മൾ ഒരു നമ്മളുടെ ഐ പീസിലൂടെ നോക്കുമ്പോൾ നമ്മൾ ഒരു എഡ്ജ് ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ ഉണ്ടെന്ന് വിചാരിക്കും, പക്ഷേ ആക്ച്വലി അവിടെ ആയിരിക്കത്തില്ല, എഡ്ജ് അല്പം കൂടെ മാറിയായിരിക്കും വരുന്നത്. ഓക്കെ, കാരണം റിഫ്ലക്റ്റഡ് ലൈറ്റിൽ പലതരത്തിലുള്ള ലൈറ്റിന്റെ എന്താണ് മോഡിഫിക്കേഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിന് മാക്സിമം നമുക്ക് എത്ര വരെ പോസിബിൾ ആണ് മാഗ്നിഫിക്കേഷൻ 1000x. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം നമ്മൾ വിസിബിൾ ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ആവറേജ് വേവ് ലെങ്ത് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 400 to 700 നാനോമീറ്റർ ആണ്. ഓക്കെ, 400 to 700 നാനോമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഈ 400-700 നാനോമീറ്ററിൽ ഉള്ള വേവ് ലെങ്ത് ഉള്ള വിസിബിൾ ലൈറ്റ് വെച്ച് എന്താണ് അതിന്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു വേവ് അല്ലേ, ഒരു കംപ്ലീറ്റ് വേവിന്റെ ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടെ ചേരുന്ന ഒരു കംപ്ലീറ്റ് വേവിന്റെ ലെങ്ത് ആണ് എന്ത് ഈ 400 to 700 നാനോമീറ്റർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അത് വെച്ച് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാനോ സൈസ്ഡ് പാർട്ടിക്കിൾ, ഒരു നാനോ പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ തന്നെ ഞാനൊരു ലാസ്റ്റ് ഒരു ടേബിൾ കാണിച്ചു തരാം. ഒരു നാനോ പാർട്ടിക്കിൾ എടുത്തു നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നുണ്ടല്ലോ, ക്ലിയർ ആയിട്ട് കാണാമോ സ്ക്രീന്? ഉണ്ടേ. ഓക്കെ, ഒരു വൈറസ് ബാക്ടീരിയ, ഇതിന്റെയൊക്കെ സൈസ് നിങ്ങളും ചെക്ക് ചെയ്ത് നോക്കേ. 10 നാനോമീറ്റർ. ഓക്കെ, 100 നാനോമീറ്റർ. ബാക്ടീരിയയുടെ സൈസ് 1 മൈക്രോൺസ്. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് ബാക്ടീരിയ ഒക്കെ മേ ബി നമുക്ക് ഇത് വെച്ച് ഒബ്സർവ് ചെയ്യാൻ പറ്റും മൈക്രോസ്കോപ്പ് വെച്ച്. എന്നാൽ വൈറസിനെ ഒന്നും ഒബ്സർവ് ചെയ്യാൻ നമുക്ക് നോർമൽ മൈക്രോസ്കോപ്പ് വെച്ച് പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? വൈറസിന്റെ സൈസ് 10 നാനോമീറ്റർ ആണ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന വിസിബിൾ ലൈറ്റ്, നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റിന്റെ പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 400 to 700 നാനോമീറ്റർ ആണ്. അതിനേക്കാൾ എത്രയാണ്? 70 ടൈംസ് അല്ലെങ്കിൽ 40 ടൈംസ് സ്മോളർ ആണ് എന്ത് നമ്മൾ കാണുന്ന, നമുക്ക് സ്മോളർ ആണ് വൈറസും അതുപോലെ അസോസിയേറ്റഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസും. ഓക്കെ, സോ ഇതിനെ നമുക്കൊരു നോർമൽ മൈക്രോസ്കോപ്പ് കൊണ്ട് കാണാൻ പറ്റത്തില്ല. അതിനുള്ള പ്രധാനപ്പെട്ട റീസൺ നമ്മൾ കൺസിഡർ ചെയ്യുന്ന വിസിബിൾ ലൈറ്റിന്റെ വേവ് ലെങ്ത് ഈ ഓബ്ജക്ട്സിന്റെ സൈസിനേക്കാൾ വലുതാണ്. ഓക്കെ, ഈ ഓബ്ജക്ട്സിന്റെ സൈസിനേക്കാൾ വലുതാണ്. എസ്പെഷ്യലി ഇപ്പോൾ വൈറസിന്റെ കേസ് ആണെങ്കിൽ അതുപോലെ തന്നെ നമുക്കൊരു ആറ്റം എടുക്കാം, അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ എടുക്കാം. ഇതൊന്നും നമുക്ക് ഒരു നോർമൽ മൈക്രോസ്കോപ്പ് വെച്ച് കാണത്തില്ല. കാണാതിരിക്കാനുള്ള റീസൺ ഇതാണ്, ലൈറ്റ് ഉപയോഗിക്കുന്ന വിസിബിൾ ലൈറ്റിന്റെ വേവ് ലെങ്ത് 400 to 700 നാനോമീറ്റർ ആണ്. എന്നാൽ വൈറസിന്റെ സൈസ് 10 നാനോമീറ്റർ. മോളിക്യൂളിന്റെ സൈസ് ഇവിടെ നോക്കിയാൽ മതി, മോളിക്യൂളിന്റെ സൈസ് 1 നാനോമീറ്റർ ആണ്. ഓക്കെ, ഒരു മോളിക്യൂളിന്റെ സൈസ് 1 നാനോമീറ്റർ ആണ്. ആറ്റം ആകുമ്പോൾ വീണ്ടും അതിനേക്കാൾ കുറയും. ഓക്കെ, ആറ്റം ആകുമ്പോൾ വീണ്ടും അതിനെ ഒരു 1000 ടൈംസ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, എങ്കിൽ മാത്രമേ 1 ആംസ്ട്രോങ് ആറ്റത്തിന്റെ സൈസിലേക്ക് നമ്മൾ എത്തിച്ചേരുകയുള്ളൂ. ഓക്കെ, ആറ്റത്തിന്റെ സൈസിലേക്ക് നമ്മൾ എത്തിച്ചേരുകയുള്ളൂ. അതുകൊണ്ട് ഈ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിന് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, മാക്സിമം പോസിബിൾ ആയിട്ടുള്ള 1000 ടൈംസ് മാഗ്നിഫിക്കേഷനേ ഉള്ളൂ. ഓക്കെ, പിന്നീട് അതുപോലെ തന്നെ റിപ്പീറ്റബിലിറ്റി ഓഫ് ഫീച്ചേഴ്സ്, നമ്മൾ ചില ഓബ്ജക്ട്സിനെ ഒരു പ്രാവശ്യം കണ്ടു, രണ്ടാമത് വീണ്ടും കണ്ടിട്ട് വീണ്ടും നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലും മെഷർമെന്റ് എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ദാറ്റ് ദ റിപ്പീറ്റബിലിറ്റി വിൽ ബി ലെസ്. എപ്പോഴാ? വെൻ ദ പാർട്ടിക്കിൾ സൈസ് ഈസ് സ്മോളർ ദാൻ 1 മൈക്രോൺ. 1 മൈക്രോണിന് താഴെ, നമ്മുടെ ഹെയർ സൈസ് അറിയാം 100 മൈക്രോൺസ് ആണ്. ഓക്കെ, എന്നാൽ 1 മൈക്രോണിന് താഴെയുള്ള ചെറിയ പാർട്ട്, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് 0.25 മൈക്രോൺ എന്ന്, സെക്കൻഡ് പോയിന്റ് കേട്ടോ. 0.25 മൈക്രോൺസ് സൈസ് ഉള്ള ഒരു ഓബ്ജക്ട്സിന് നമ്മൾ ആദ്യം മെഷർമെന്റ് എടുത്തു, പിന്നെ ആ സാമ്പിൾ മാറ്റിയിട്ട് വീണ്ടും ആ സാമ്പിൾ വെച്ചിട്ട് രണ്ടാമത് ഒരു മെഷർമെന്റ് എടുക്കുന്നു. അപ്പോൾ കിട്ടുന്ന റീഡിങ് തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. റിപ്പീറ്റബിലിറ്റി
ഓക്കെ. റിപ്പീറ്റബിലിറ്റി 0.25 താഴെയാണെങ്കിൽ റിപ്പീറ്റബിലിറ്റി കുറയും. അപ്പോൾ 0.25 വരെ ഓക്കെയാണ്, അല്ലെ 0.25 മൈക്രോൺസ് അതിന് മുകളിലുള്ള സൈസിലുള്ള ഓബ്ജക്ട്സ് അതെല്ലാം നമുക്ക് ബെറ്റർ റിപ്പീറ്റബിലിറ്റിയോടെ ചെയ്യാം. എന്നാൽ അതിനേക്കാൾ കുറഞ്ഞ സൈസുള്ള പാർട്സിനെ നമുക്ക് എന്ത് ചെയ്യാനൊക്കത്തില്ല, മൈക്രോസ്കോപ്പ് വെച്ച് ഒബ്റ്റെയിൻ ചെയ്യാനൊക്കത്തില്ല. പിന്നീട് നമുക്കറിയാം ഇതൊരു സോഫ്റ്റ്വെയർ അസോസിയേറ്റഡ് ആണ്. ഓക്കെ. പിന്നെ സോഫ്റ്റ്വെയറിലാണ് മെഷർമെന്റ്സ് ചെയ്യണമെങ്കിൽ സോഫ്റ്റ്വെയർ നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഇതൊരു നോൺ ഡിസ്ട്രക്റ്റീവ് മെഷർമെന്റ് ആണ് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്. നോൺ ഡിസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പാർട്ടിനെ ബ്രേക്ക് ചെയ്യേണ്ട, അല്ലെ, അതിനെ എന്താണ് ഡാമേജ് ചെയ്യേണ്ട, ജസ്റ്റ് വെച്ച് ആ ലൊക്കേഷനിൽ വെച്ചിട്ട് ചെക്ക് ചെയ്താൽ മാത്രം മതി. എന്നിട്ടൊരു ഫാസ്റ്റ് പ്രോസസ്സാണ്, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ആണ്. ഓക്കെ. ഇനി ഇതിന്റെ ലിമിറ്റേഷൻസ് എന്താണ് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിന്റെ? ക്ലിയർ ഇന്റൻസിറ്റിയിലുള്ള ഇമേജസ് അല്ലെങ്കിൽ ക്ലാരിറ്റി ഇമേജസ് കിട്ടാൻ പ്രശ്നമാണ്. പിന്നീട് ഞാൻ മുമ്പ് പറഞ്ഞ ഡിഫ്രാക്ഷൻ, ഇന്റർഫറൻസിന്റെ ഒക്കെ പ്രശ്നങ്ങൾ, കൂടാതെ ഷാഡോ എഫക്റ്റ്. നമുക്കറിയാം ഒരു ഓബ്ജക്റ്റ് ട്രാൻസ്പെറന്റ് അല്ല, ഒപ്പൈക്ക് ആണെങ്കിൽ നമ്മൾ ആ ഓബ്ജക്റ്റിലേക്ക് ലൈറ്റ് ഫോക്കസ് ചെയ്യണം. ഓബ്ജക്റ്റിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് വരുന്ന ലൈറ്റ് വേണം നമ്മളുടെ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിലേക്ക് എത്താൻ, അല്ലേ? അതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഷാഡോ എഫക്ട്സ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഒരു എന്താണ് ലാർജർ ഓബ്ജക്റ്റിന്റെ ഷാഡോയിൽ ഒരു സ്മോളർ ഓബ്ജക്റ്റ് ചിലപ്പം വിസിബിൾ ആവാനുള്ള സാധ്യത ഉണ്ടായിരിക്കില്ല. കാരണം ലൈറ്റ് ഒരു ആംഗിളിലാണ് ഓബ്ജക്റ്റിലേക്ക് ഫോളോ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി റിംഗ് ലൈറ്റ് മെക്കാനിസം ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്താ റിംഗ് ലൈറ്റ് മെക്കാനിസം? നമ്മൾ മൈക്രോസ്കോപ്പിൽ ചെക്ക് ചെയ്യുന്ന ഒബ്ജക്റ്റീവ് ലെൻസിന് ചുറ്റും ലൈറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഷാഡോ ഒരു പരിധി വരെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ ഒക്കും. ഓക്കെ. പിന്നെ 2D ഇമേജസ് മാത്രമേ കിട്ടത്തുള്ളൂ, ട്രൂ 3D ഡാറ്റ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ ഒക്കത്തില്ല. ഓക്കെ. അതുപോലെ തന്നെ ലൈറ്റിംഗ് കണ്ടീഷൻ അനുസരിച്ച് ഓബ്ജക്റ്റിന്റെ ലൊക്കേഷൻ എന്ത് ചെയ്യുന്നു, ലൊക്കേഷൻ എസ്പെഷ്യലി ഓബ്ജക്ട്സിന്റെ എഡ്ജസ് ക്ലിയർ ആയിട്ട് വിസിബിൾ ആയിരിക്കത്തില്ല. ലൊക്കേറ്റിംഗ് എഡ്ജ് ഓഫ് എ പാർട്ട് ഈസ് ഡിഫിക്കൽട്ട് ആസ് ഒബ്സർവ്ഡ് ലൊക്കേഷൻ വേരീസ് വിത്ത് ലൈറ്റിംഗ് കണ്ടീഷൻ. എക്സാക്ട്ലി ഒരു എഡ്ജ് എവിടെയാണെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. പിന്നീട് ഔട്ട് ഓഫ് പ്ലെയിൻ മൂവിങ്, ഏതൊരു മൂവിങ് ഓബ്ജക്ട്സ് അല്ലെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഓബ്ജക്റ്റ് ആണ് ഇരിക്കുന്നത്, ചെറിയ വൈബ്രേഷൻ ഉള്ള ഒരു ഓബ്ജക്റ്റ് ആണെങ്കിൽ അതിനെ നമുക്ക് ഈ മൈക്രോസ്കോപ്പ് വെച്ച് ചെക്ക് ചെയ്യാനൊക്കത്തില്ല. ഇതിനെല്ലാം ഒരു പരിഹാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇൻവെന്റ് ചെയ്തത്. ഓക്കെ. 1930s ആദ്യമായി സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഡെവലപ്പ് ചെയ്തത്. ഇപ്പൊ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് മുമ്പേ മറ്റൊരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്, അതാണ് ഇലക്ട്രോൺ ബീംസ്. ഓക്കെ. ഇലക്ട്രോൺ ബീംസ് ഒരു ആറ്റത്തിലേക്ക് നമ്മൾ എനർജി സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഹീറ്റ് എനർജി സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ആറ്റത്തിന്റെ ഇലക്ട്രോൺസ്, ഇതിന്റെ ഓർബിറ്റിലെ ഇലക്ട്രോൺസ് ഈ എനർജി അബ്സോർബ് ചെയ്ത് ഒരു ഹൈ എനർജി സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഓക്കെ. ഈ ഹൈ എനർജി സ്റ്റേറ്റിലേക്ക് എത്തുന്ന ഇലക്ട്രോൺസ് ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, ആറ്റത്തിൽ നിന്ന് തന്നെ സെപ്പറേറ്റഡ് ആയി പോകുന്നു. ഓക്കെ. ഫ്രീ ഇലക്ട്രോൺ ആയിട്ട് മാറുന്നു. അത് എന്താണ് എയറിൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ റോം ചെയ്ത് നടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺസിനെ ക്യാച്ച് ചെയ്ത് അല്ലെങ്കിൽ അതിനെ എന്തോ ഫോക്കസ് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ബീം ആക്കി മാറ്റിക്കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറുന്നു, ഇലക്ട്രോൺ ബീം. സോ ഇലക്ട്രോൺ ബീം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നുമില്ല, ഒരു ടങ്സ്റ്റൺ ഫിലമെന്റിനെ ഹൈ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ടങ്സ്റ്റന്റെ ആറ്റംസ് എന്ത് ചെയ്യുന്നു, ടങ്സ്റ്റന്റെ ആറ്റംസ് തെർമിയോണിക് എമിഷൻ വിധേയമാവുന്നു. തെർമിയോണിക് എമിഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ഹീറ്റഡ് ആയിട്ട് അയണൈസേഷന് വിധേയമാവുന്നു. അയണൈസേഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, ആറ്റം അതിന്റെ ഇലക്ട്രോൺസിനെ ലിബറേറ്റ് ചെയ്തിട്ട് അയോൺസ് ആയിട്ട് മാറുന്നു, പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഈ ഒരു അയണൈസേഷന്റെ ഫലമായിട്ട് ഒത്തിരി ഇലക്ട്രോൺസ് ഫോം ചെയ്യുന്നുണ്ട്. സോ ടങ്സ്റ്റൺ ക്യാൻ ആക്ട് എസ് എ സോഴ്സ് ഓഫ് ഇലക്ട്രോൺസ്. ഈ ഇലക്ട്രോൺസിനെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് കോയിൽസ് ഉപയോഗിച്ച്, അതുപോലെ തന്നെ ഇലക്ട്രോൺസിനെ റിപ്പൽ ചെയ്ത് വിടണമെങ്കിൽ നമ്മൾ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പം കാഥോഡിന് നെഗറ്റീവാണ്, ഇലക്ട്രോണിന് നെഗറ്റീവാണ്, രണ്ടും കൂടി റിപ്പൽ ചെയ്ത് പോയിക്കോളും. അതുപോലെ തന്നെ ഇലക്ട്രോൺസിനെ ഒരു പാത്തിലൂടെ കൊണ്ടുപോകണമെങ്കിൽ, അട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, പോസിറ്റീവ്ലി ചാർജ്ഡ് ഓബ്ജക്ട്സ് ഉപയോഗിച്ചാൽ മതി. പോസിറ്റീവ്ലി ചാർജ് ഓബ്ജക്ട്സ് ആണെങ്കിൽ അത് ഇലക്ട്രോൺസിനെ അതിനടുത്തേക്ക് അബ്സോർബ് ചെയ്യും അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യും. ഓക്കെ. ഇങ്ങനെ ഇലക്ട്രോണിനെ നമുക്ക് എയറിലൂടെ മൂവ് ചെയ്യിക്കാം. പക്ഷേ ഇലക്ട്രോൺസിന് ഒരു പ്രശ്നമുണ്ട്, ഇലക്ട്രോൺസ് ഒരിക്കലും എയറിലൂടെ മൂവ് ചെയ്യത്തില്ല. മൂവ് ചെയ്യുവാണെങ്കിൽ അതിന്റെ എനർജി അതിന് നഷ്ടപ്പെടും. ഓക്കെ. എനർജി നഷ്ടപ്പെടും. എന്തുകൊണ്ടാ? അറ്റ്മോസ്ഫിയറിലുള്ള മോളിക്യൂൾസ് അല്ലേ എയർ മോളിക്യൂൾസിലേക്ക് ഈ ഇലക്ട്രോൺസ് ഹിറ്റ് ചെയ്യുവാണെങ്കിൽ, ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പാർട്ടാണ്. മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ രണ്ടോ അതിൽ കൂടുതൽ ആറ്റംസ് ചേർന്നിരിക്കുന്ന വലിയൊരു പാർട്ടാണ് മോളിക്യൂൾ. അപ്പോൾ ഇലക്ട്രോൺസ് വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺ ചെറിയ പാർട്ട് ആയതുകൊണ്ട് അതിന്റെ ടോട്ടൽ
മൊമെന്റം, അതിന്റെ ടോട്ടൽ എനർജി അവിടെ അതിന് ഇമ്പാക്റ്റിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ ഇലക്ട്രോണിന് പിന്നെ സഞ്ചരിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് നമ്മൾ ഒരു സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ എപ്പോഴും ഒരു വാക്വം എൻവയോൺമെന്റ് ആയിരിക്കും. വാക്വം എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ് എയറിനെ റിമൂവ് ചെയ്തിരിക്കുന്ന ഒരു ചേംബർ. ഈ ചേംബറിനകത്തായിരിക്കും സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലെ ഇലക്ട്രോൺ ബീം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രോൺ ബീം ഉപയോഗിക്കുന്നു. വിസിബിൾ ലൈറ്റിന് പകരം ഒരു ഇലക്ട്രോൺ ബീം ഉപയോഗിച്ച് ഒരു ഓബ്ജക്റ്റിനെ സ്കാൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞത് എങ്ങനെ ഇലക്ട്രോൺ ബീമിനെ പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. ആ ഇലക്ട്രോൺ ബീമിനെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ അതിനെ ഉപയോഗിക്കാം. ഈ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഈ ഇലക്ട്രോൺസിനെ ഒരു പോയിന്റിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാനൊക്കും. ഓബ്ജക്റ്റിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ഇമ്പാക്ട് ചെയ്യിക്കാനൊക്കും. ഇലക്ട്രോൺസിനെ ഇമ്പാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ആ അവിടെ ഉണ്ടാകുന്ന ആറ്റത്തിന് ഡിസ്ട്രക്ഷൻ ഉണ്ടാകുന്നു. നമ്മളുടെ വർക്ക് പീസിലെ ആറ്റംസിന് ഡിസ്ട്രക്ഷൻ ഉണ്ടാകുന്നു. അവിടുന്ന് അത് ഇലക്ട്രോൺസിനെ ലിബറേറ്റ് ചെയ്യുന്നു. ഇതിനെ പറയുന്ന പേരാണ് സെക്കൻഡറി ഇലക്ട്രോൺസ്. ഓക്കെ, സെക്കൻഡറി ഇലക്ട്രോൺസ്. നമ്മളുടെ ഇലക്ട്രോൺ ബീം വിസിബിൾ ലൈറ്റിന് പകരം സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോൺ ബീമാണ്. ഇലക്ട്രോൺ ബീം എന്ന് നമ്മളുടെ സ്പെസിമെൻ അല്ലെങ്കിൽ സാമ്പിളിന്റെ സർഫസിൽ ഹിറ്റ് ചെയ്യുന്നു. ആ ഹിറ്റ് ചെയ്യുന്ന പോയിന്റിലെ ആറ്റംസ് അയണൈസേഷന് വിധേയമാവുന്നു. അത് അയോൺസും ആവുന്നു, ഇലക്ട്രോൺസും ആവുന്നു. ഓക്കെ, ഈ ഇലക്ട്രോൺസിന് പറയുന്ന പേരാണ് സെക്കൻഡറി ഇലക്ട്രോൺസ്. ഓക്കെ, ഈ സെക്കൻഡറി ഇലക്ട്രോൺസിനെ നമ്മൾ ഒരു സെക്കൻഡറി ഇലക്ട്രോൺ ഡിറ്റക്ടർ ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്യുന്നു. ആ ഡിറ്റക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിൽ നിന്ന് ആ ഓബ്ജക്റ്റിന്റെ മാഗ്നിഫൈഡ്, ആ ലൊക്കേഷന്റെ മാഗ്നിഫൈഡ് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, മാഗ്നിഫൈഡ് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ എപ്പോഴും നമുക്കൊരു ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൽ പോസിബിൾ ആയിട്ടുള്ള മാക്സിമം മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000x ആണ്. എന്നാൽ നമുക്കൊരു സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമുക്കൊരു 2 lakhs മുതൽ 1 lakh മുതൽ ഒരു 20 lakhs ടൈംസ് മാഗ്നിഫിക്കേഷൻ പോസിബിൾ ആണ്. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാവുന്നേ ഉള്ളൂ. 1 lakh മുതൽ 20 lakhs ടൈംസ് അത്രമാത്രം മാഗ്നിഫിക്കേഷൻ നമുക്ക് പോസിബിൾ ആണ്. ഇപ്പൊ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം കാണാൻ പറ്റും? അപ്പൊ ഈ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന എന്താണ്? ഈ ഒരു ചാർട്ട് നിങ്ങൾ എന്താ കാണാൻ പറ്റുന്നില്ലേ? ഡയമെൻഷൻ എന്താ എന്താണ് പറഞ്ഞത്? ഡയമെൻഷൻ. ആ, മുകളിൽ കൊടുത്തിരിക്കുന്ന എന്താണ്? എക്സ് ആക്സിസിൽ കൊടുത്തിരിക്കുന്ന എല്ലാം എന്താണ്? ഡയമെൻഷൻസ് ആണ്. വൈ ആക്സിസിൽ കൊടുത്തിരിക്കുന്ന എല്ലാം എന്താണ്? ഓരോ ടെർമിനോളജി, ഓരോ ഓബ്ജക്ട്സ്. ഓക്കെ, ഈ ഓബ്ജക്ട്സിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഹൗ ടു ഒബ്സർവ്. ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ റിജൈമിന്റെ ടെർമിനോളജി, സാമ്പിൾ ഓബ്ജക്ട്സ്, അതുപോലെ തന്നെ അതിനെ ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും സൈസ് കൂടി വരുന്നു. അപ്പോൾ മാക്സിമം സൈസ് 1 മീറ്റർ ആണ്, അല്ലെങ്കിൽ 1000 mm. ഓക്കെ, മിനിമം സൈസ് എന്ന് പറയുന്നത് 1 ആംസ്ട്രോങ്, 10⁻⁻12. ഓക്കെ, അപ്പോൾ 10⁻⁻12 മീറ്റർ. ഓക്കെ, അത്രമാത്രം. അല്ലെ 1 ആംസ്ട്രോങ് സൈസിലുള്ള ഓബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ആറ്റംസ് ആണ്. ഓക്കെ, ഇനി 1 നാനോമീറ്റർ സൈസിലുള്ളത് എന്താണ്? മോളിക്യൂൾസ് ആണ്. ഓക്കെ, ഇനി 10 നാനോമീറ്റർ സൈസിലുള്ളതോ വൈറസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇങ്ങനെയുള്ള ആറ്റംസ്, മോളിക്യൂൾസ്, വൈറസിനെയൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു റിജൈമിനെ നമ്മൾ നാനോ ടെക്നോളജി അല്ലെ നാനോ പ്രോസസ്സിംഗ് അല്ലെ നാനോ ഫാബ്രിക്കേഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ആറ്റംസിനെ അല്ലെ മോളിക്യൂൾസിനെ ഇൻഡിവിജ്വലി കൈകാര്യം ചെയ്യുന്ന ഒരു ഫീൽഡാണെന്ത്? നാനോ ടെക്നോളജി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള നാനോ ടെക്നോളജിയിൽ നമ്മൾ ഈ ആറ്റംസിനെയും മോളിക്യൂൾസിനെയും അതുപോലെ വൈറസിനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ഇലക്ട്രോൺ ബീം മൈക്രോസ്കോപ്പ് വേണം. ഇതിനെയാണ് പറയുന്നത് എന്ത്? സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺ ബീം മൈക്രോസ്കോപ്പ്. ഓക്കെ, അല്ലെങ്കിൽ സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പ്. സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആറ്റത്തിനെ ഇൻഡിവിജ്വലായിട്ട് പിക്ക് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള മറ്റൊരു മൈക്രോസ്കോപ്പാണ്. ഇലക്ട്രോൺ ബീം മൈക്രോസ്കോപ്പ് ആണ് സ്കാനിങ്, നമ്മളിപ്പോൾ പഠിക്കുന്ന സെം അല്ലെങ്കിൽ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഓക്കെ, സോ നാനോ ഫാബ്രിക്കേഷൻ എന്ന് പറയുന്ന വലിയൊരു കാറ്റഗറിയും ഇതിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഹലോ പറഞ്ഞോളൂ. സർ, ആങ്സ്ട്രോം 10⁻⁻10 അല്ലേ വരുന്നത്?
ഓക്കെ 10⁻⁻10 ആണ് ഇവിടെ. ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ വ്യത്യാസം. 10⁻⁻10 ആണ് കേട്ടോ, 1 ആംസ്ട്രോങ്. സോ 10⁻⁻10 സൈസിലുള്ളതാണ് നമ്മളുടെ ആറ്റംസ്. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞേ, വ്യത്യാസം ഉണ്ടായിരുന്നോ? 12 ആയിരുന്നു സർ. ഓക്കെ ശരി. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് 10⁻⁻6 മീറ്ററിലേക്ക് വരാം. എന്ന് വെച്ചാൽ എന്താണ് 10⁻⁻6 എന്ന് പറഞ്ഞാൽ 1 മൈക്രോൺ. 1 മൈക്രോൺ ആയിരുന്നു നമ്മൾ കാണുന്ന ഒരു ബാക്ടീരിയയുടെ സൈസ്, 1 മൈക്രോൺസ്. ഓക്കെ, ഇനി അതുപോലെ ഹ്യൂമൻ ഹെയറിന്റെ സൈസ് നോക്കുക, 100 മൈക്രോൺസ് അല്ലെങ്കിൽ 50 to 100 മൈക്രോൺസ്. ഇപ്പൊ ഒരു ഹ്യൂമൻ ഹെയർ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ, ഇതിനെയൊക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് മതി. ഓക്കെ, അപ്പോൾ നമുക്കൊരു 1000x മാഗ്നിഫിക്കേഷനിലൂടെ നമുക്ക് എവിടം വരെ എത്താൻ പറ്റും? ഒരു ബാക്ടീരിയയുടെ സൈസ് വരെ എത്താൻ പറ്റും. എന്നാൽ ബാക്ടീരിയേക്കാൾ ചെറിയ ഒരു വൈറസ്, ബാക്ടീരിയേക്കാൾ പിന്നീട് എത്ര വരുന്നത്? 10⁻⁹. ഓക്കെ, അതിനേക്കാൾ 1000, ബാക്ടീരിയേക്കാൾ 1000 ടൈംസ് സ്മോളർ ആയിട്ടുള്ള ഒരു വൈറസിനെ നമുക്ക് ഒബ്സർവ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വേണം. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള ഹ്യൂമൻ ടൂത്ത്, ഹ്യൂമൻ ഹാൻഡ്, ഇതൊക്കെ നമുക്കറിയാം നമ്മളുടെ വിസിബിൾ റേഞ്ചിൽ വരുന്നതാണ് അല്ലേ. നമുക്കിതൊന്നും കാണാൻ പ്രത്യേകിച്ച് എക്സ്റ്റേണൽ ആയിട്ട് ഓരോ ഓബ്ജക്ട്സും ആവശ്യമില്ല. അതിനിപ്പോൾ നമ്മൾ ലെൻസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് കാണാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാർട്ട് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക, ഓബ്ജക്ട്സിന്റെ സൈസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ ഈ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഒരൊന്നുമില്ല, ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. വിസിബിൾ ലൈറ്റ് ഉപയോഗിക്കുന്ന പകരം ഇലക്ട്രോൺ ബീം ഉപയോഗിക്കുന്നു. ഇലക്ട്രോൺ ബീമിന്റെ പ്രത്യേകത എന്താണ്? അത് ഇമൻസ് എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജി ക്യാരി ചെയ്യുന്നുണ്ട്. കാരണം ഒരു ഇലക്ട്രോൺ ബീമിലെ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഓൾമോസ്റ്റ് ഈക്വൽ ടു ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. ലൈറ്റ് എത്രമാത്രം വെലോസിറ്റി ട്രാവൽ ചെയ്യുന്നോ അത്രയും വെലോസിറ്റിയിലാണ് ഈ ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഇത്രമാത്രം ഹൈ കൈനറ്റിക് എനർജിയിൽ ഓബ്ജക്റ്റിലേക്ക് വന്ന് അല്ലെങ്കിൽ സ്പെസിമെനിലേക്ക് ഏതെങ്കിലും ലൊക്കേഷനിൽ ഹിറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ ആറ്റത്തിൽ ഒരു ഡിസ്റപ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, ആറ്റോമിക് ബോണ്ടിങ്ങിൽ ഒരു ഡിസ്റപ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, ആറ്റത്തിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നു, ആറ്റംസ് അയോൺസ് ആയിട്ട് മാറുന്നു, ഇലക്ട്രോൺസിനെ ലിബറേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഉണ്ടായ പുതിയ ഇലക്ട്രോൺ എന്ന് പറയുന്ന പേരാണ് സെക്കൻഡറി ഇലക്ട്രോൺസ്. ഈ ഇലക്ട്രോൺസിനെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ ഡിവൈസസ് അവൈലബിൾ ആണ്. ഈ ഡിവൈസസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? സെക്കൻഡറി ഇലക്ട്രോൺ ഡിറ്റക്ടർ. ഓക്കെ, ഈ സെക്കൻഡറി ഇലക്ട്രോൺ ഡിറ്റക്ടറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനെ നമുക്കൊരു TV സ്ക്രീനിൽ കാണാൻ പറ്റും. ഓക്കെ, ആ സ്ക്രീനിൽ നമ്മൾ കാണുന്നതായിരിക്കും എന്ത്? ആ ഓബ്ജക്റ്റിന്റെ മാഗ്നിഫൈഡ് ഇമേജ്. ആ ഇമേജിന്റെ മാഗ്നിഫിക്കേഷൻ എത്ര ആയിരിക്കും? 1 lakh to 20 lakhs ടൈംസ്. 1 lakh to 20 lakh ടൈം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു ഇലക്ട്രോൺ ഗൺ ഉണ്ടായിരിക്കും. ഇലക്ട്രോൺ ഗൺ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ടങ്സ്റ്റൺ ഇലക്ട്രോഡാണ്. ടങ്സ്റ്റൺ ഇലക്ട്രോഡിനുള്ളിൽ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോഴാണ് തെർമിയോണിക് എമിഷൻസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഈ ട്രാവൽ ചെയ്ത് വരുന്ന ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ആനോഡ് വെച്ചിട്ടുണ്ട്. പിന്നീട് ഇതിനെ നമ്മളൊരു ബീം ആക്കി മാറ്റാൻ വേണ്ടി ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ് വെച്ചിട്ടുണ്ട്. പിന്നീട് ഒരു സെറ്റ് ഓഫ് സ്കാനിങ് കോയിൽസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ വരുന്ന ഇലക്ട്രോൺസിനെ ഒരു ഓബ്ജക്റ്റിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. അതിനുവേണ്ടി മറ്റൊരു ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺ ഡിറ്റക്ടർ വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഈ ബീമിനെ നമ്മൾ ഒരു ലൊക്കേഷനിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ഈ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ലൊക്കേഷനിൽ നിന്നാണ് സെക്കൻഡറി ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യുന്നത്. ഈ സെക്കൻഡറി ഇലക്ട്രോൺസിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലാവുന്നോ? സോ എസ്പെഷ്യലി ഇത് ആറ്റംസ്, മോളിക്യൂൾസ്, അതുപോലെ തന്നെ ആറ്റംസിനെ ക്ലിയർ ആയിട്ട് കാണാനൊന്നും പറ്റത്തില്ല സെം ഉപയോഗിച്ച്. ആറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പ് ഉണ്ടെങ്കിലേ ആറ്റത്തിനെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ് വേണ്ടി വരും. സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ് കൂടി ഉണ്ടെങ്കിലേ ആറ്റംസിനെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനൊക്കും. പക്ഷെ നമ്മളിവിടെ അതല്ല നോക്കുന്നത്. നമ്മളിവിടെ 1 lakh ടൈംസ് മാഗ്നിഫിക്കേഷനിൽ പോസിബിൾ ആയിട്ടുള്ള ഓബ്ജക്ട്സിനെയാണ് വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഇത് കൂടുതൽ മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റത്തിലാണ് ഉപയോഗിക്കുന്നത്. മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈവൻ മെംസ് ഡിവൈസസ് ആണ് നമ്മളുടെ സെൻസേഴ്സ്, സർട്ടൻ ആക്ച്വേറ്റേഴ്സ്. ഇപ്പൊ ആക്സിലറോമീറ്റർ എന്നൊക്കെ പറയുന്ന ചെറിയ ചെറിയ ഡിവൈസസ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? എസ്പെഷ്യലി ആക്സിലറേഷൻ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ ഈ വെഹിക്കിൾസിൽ ഉപയോഗിക്കുന്ന എയർ ബാഗിൽ മെംസ് ഡിവൈസസ് ഉപയോഗിക്കുന്നുണ്ട്.
നമ്മളുടെ പ്രിന്റർ അല്ലേ, പേപ്പർ പ്രിന്റിംഗ് ഡിവൈസസിൽ മെംസ് ഡിവൈസസ് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്മോൾ ഡിവൈസസിൽ ഫാബ്രിക്കേറ്റ് ചെയ്യാനും അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും അതിനെ പ്രോസസ് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ സെം ഉപയോഗിക്കുന്നത്. ഓക്കെ, സെം ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് കൂടുതലും കണ്ടക്റ്റീവ് ഓബ്ജക്ട്സിൽ ചെയ്യാനൊക്കത്തുള്ളൂ. ഹൈ റെസൊല്യൂഷൻ ഇമേജസ് ഓഫ് കണ്ടക്റ്റീവ് ഓബ്ജക്ട്സ്. ഓക്കെ, കണ്ടക്റ്റീവ് ഓബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് ഓബ്ജക്ട്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കണ്ടക്റ്റീവ് ഓബ്ജക്ട്സിൽ മാത്രമേ സെം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, സെം ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഇൻ കണ്ടക്റ്റീവ് ഓബ്ജക്ട്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇലക്ട്രോൺ ബീം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ വേവ് ലെങ്ത് ലൈറ്റിന്റെ വേവ് ലെങ്തിനേക്കാൾ കുറവാണ്. അതുകൊണ്ട് കൂടുതൽ മാഗ്നിഫിക്കേഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനൊക്കും. ഓക്കെ, ഷോർട്ടർ വേവ് ലെങ്ത് ഗീവ്സ് ബെറ്റർ മാഗ്നിഫിക്കേഷൻ. ഓക്കെ, ഷോർട്ടർ വേവ് ലെങ്ത് ഗീവ്സ് ബെറ്റർ മാഗ്നിഫിക്കേഷൻ. ഇവിടെ കാണിച്ചിരിക്കുന്ന രണ്ട് ഇമേജസ് എന്ന് പറയുന്നത് ഇത് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ച് ഒബ്റ്റെയിൻ ചെയ്തതാണ്. ഇവിടെ ഈ 100 മൈക്രോൺസ് എന്ന് പറയുമ്പോഴേ നമുക്ക് അറിയാം നമ്മളുടെ ഒരു ഹെയർ സൈസ് ആണ് ഈ 100 മൈക്രോൺസ്. അപ്പൊ ഈ കാണിച്ചിരിക്കുന്ന സ്കെയിലിന്റെ ലെങ്തിലേ നമ്മളുടെ ഒരു ഹെയർ ഇരിക്കത്തുള്ളൂ. അതിനേക്കാൾ മാഗ്നിഫിക്കേഷനിൽ നമ്മൾ ഒരു ഓബ്ജക്റ്റിനെ ഇവിടെ കാണുന്നുണ്ട്. ഒരു സ്പ്രിംഗ് ലോഡഡ് സ്റ്റോപ്പർ ആണ് ഇവിടെ കണ്ടിരിക്കുന്നത്. ഓക്കെ, സ്പ്രിംഗ് ലോഡഡ് സ്റ്റോപ്പർ എന്ന് പറഞ്ഞാൽ നാനോ ടെക്നോളജിയിൽ വരുന്ന പാർട്സ് ആണ്. ഓക്കെ, ഇനി ഇത് കൂടാതെ എക്സ് സെം എന്ന് പറയുന്ന മറ്റൊരു പാർട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഓബ്ജക്റ്റിനെ നമ്മൾ ഡിസ്ട്രക്ട് ചെയ്തിട്ട് അതിന്റെ ക്രോസ് സെക്ഷനിലാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അതിനെയാണ് എക്സ് എം എന്ന് പറയുന്നത്. ഇപ്പൊ സാധാരണ സെം എന്ന് പറഞ്ഞാൽ നോൺ ഡിസ്ട്രക്റ്റീവ് ആണ്. സാമ്പിളിനെ സർഫസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഈ വാക്വം ചേമ്പറിനുള്ളിൽ മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ സെം വെച്ച് നമുക്ക് ഇമേജ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. എന്നാൽ എക്സ് എം എന്ന് പറയുമ്പോൾ ആ ഓബ്ജക്റ്റിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഓബ്ജക്റ്റിനെ ബ്രേക്ക് ചെയ്ത് അതിന്റെ ക്രോസ് സെക്ഷന്റെ സർഫസ് എടുത്തെങ്കിൽ മാത്രമേ എക്സ് എം നമുക്ക് ഉപയോഗിക്കാനൊക്കത്തുള്ളൂ. ഓക്കെ, സോ ഇത് മൈക്രോ സ്ട്രക്ചർ കാണാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ലിത്തോഗ്രാഫിക് പാറ്റേൺസ്. ലിത്തോഗ്രഫി എന്ന് പറയുന്നത് മൈക്രോ നാനോ ഫാബ്രിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാരാമീറ്റർ ആണ്. അത് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആ സബ്ജക്റ്റ് ഇൻഡിവിജ്വൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു സെം സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മളൊരു ഫോക്കസ്ഡ് ഹൈ എനർജി ബീം ഓഫ് ഇലക്ട്രോൺസ് ഉപയോഗിച്ച് വാക്വത്തിലാണ് എന്ത് ചെയ്യുന്നത്, മെഷർമെന്റ് എടുക്കുന്നത്. ഓക്കെ, സെക്കൻഡറി ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, പക്ഷെ നമുക്ക് ഇവിടെ ഒരു കോർഡിനേറ്റ് മെഷർമെന്റ് പോസിബിൾ അല്ല. എന്താണ് കോർഡിനേറ്റ് മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ? ഒരു റെഫറൻസ് സിസ്റ്റം. ഓക്കെ, ഒരു റെഫറൻസിനെ ബേസ് ചെയ്ത് എക്സ് ആക്സിസും വൈ ആക്സിസും ഉള്ള ഒരു 2 ഡയമെൻഷണൽ പ്ലെയിനിലെ മെഷർമെന്റ്, ഇതൊന്നും നമുക്ക് സെം ഉപയോഗിച്ച് പോസിബിൾ ആവത്തില്ല. ഓക്കെ, സെം ഉപയോഗിച്ച് പോസിബിൾ ആവത്തില്ല. വി ക്യാൻ ഗെറ്റ് മാഗ്നിഫിക്കേഷൻ അപ് ടു 2 മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 lakhs അല്ലേ? 2 മില്യൺ എന്ന് പറഞ്ഞാൽ 20 lakhs. ഓക്കെ, ഇനി റെസൊല്യൂഷൻ എത്രയാണ്? 0.4 നാനോമീറ്റർ റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? 0.4 നാനോമീറ്റർ വരെ ഉണ്ടാവുന്ന ചെറിയ ചേഞ്ചിനെയും ഒരു സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മൾ മുമ്പ് പഠിച്ച ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൽ എത്ര പറഞ്ഞത്? 0.25 മൈക്രോമീറ്റർ ആണ് പറഞ്ഞത്. ഓക്കെ, അത്രമാത്രം റെസൊല്യൂഷൻ അല്ലെങ്കിൽ അത്രമാത്രം റിപ്പീറ്റബിലിറ്റി ഒക്കെ നമുക്ക് എവിടെ കിട്ടത്തുള്ളൂ? സ്കാനിങ് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൽ 0.25 മൈക്രോൺസ്. എന്നാൽ നമ്മൾ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലോ 0.4 നാനോമീറ്റർ റെസൊല്യൂഷൻ വരെ നമുക്ക് പോസിബിൾ ആണ്. ഇതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? വൈബ്രേഷൻസ് ഡിറ്റക്ട് ചെയ്യാൻ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് പറ്റത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ ചിലപ്പോൾ വർക്ക് പീസിലേക്ക് ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെടും. വർക്ക് പീസിൽ പ്രോപ്പർട്ടി ചേഞ്ച് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വർക്ക് പീസ് ചാർജ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ സെമ്മിലേക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. ഇതൊരു വർക്ക് പീസിൽ ഹിറ്റ് ചെയ്യുമ്പോൾ വർക്ക് പീസിന് ചാർജ് ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് ഡെവലപ്പ് ചെയ്യാനൊരു സാധ്യതയുണ്ട്. ഓക്കെ, പിന്നീട് എന്താ പറയുന്നത്, നമ്മളുടെ ഔട്ട്പുട്ട്, നമ്മൾ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോൺ ബീം വന്ന് ഹിറ്റ് ചെയ്താലും നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺ ഡിറ്റക്ടർ, അതുപോലെ തന്നെ അതിന്റെ വിഷ്വലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ക്രീന്, അതിനെയൊക്കെ ബന്ധപ്പെട്ടിരിക്കുകയാണ് സെം ഡിവൈസസിലെ ഇമേജസിന്റെ ക്വാളിറ്റി. സെം ഡിവൈസസിൽ നമ്മൾ കിട്ടുന്ന ഇമേജസ്, അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഡിറ്റക്ടറിന്റെ കേപ്പബിലിറ്റി, ഇലക്ട്രോൺ ഡിറ്റക്ടറിന്റെ കേപ്പബിലിറ്റി, അതുപോലെ നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മോണിറ്ററിന്റെ കേപ്പബിലിറ്റി, ഇതനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി ഇമേജ് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇത് മെംസ് ഡിവൈസസിനെ വിഷ്വലൈസേഷൻ ഉപയോഗിക്കാം. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇതേ ഉള്ളൂ, സെമ്മിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ കാണാം.
പക്ഷേ എക്സാക്ട്ലി ഓബ്ജക്ട്സിന്റെ മെഷർമെന്റ് എടുക്കാൻ സെം കൊണ്ട് വളരെ ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ, എക്സാക്ട്ലി ഓബ്ജക്ട്സിന്റെ മെഷർമെന്റ്, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് മെംസ് ഡിവൈസസിന്റെ, എസ്പെഷ്യലി മെംസ് ഡിവൈസസ് എന്ന് പറയുമ്പോൾ മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ സ്മോളർ ഓബ്ജക്ട്സ് ആണ്. ഓക്കെ, അതിന്റെ മെഷർമെന്റ് എടുക്കാൻ, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് നടത്താൻ ഡിഫിക്കൽട്ട് ആണ്. പിന്നീട് സെം യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എക്യുപ്മെന്റ് വാക്വം ചെയ്യണം. നമ്മൾ ഓരോ സാമ്പിൾ ലോഡ് ചെയ്യുന്ന സമയത്ത് ആ ചേംബർ നമ്മൾ വാക്വം ചെയ്യണം. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഒരു സെം ഇമേജ് നമുക്ക് കിട്ടത്തില്ല. ഇറ്റ് വിൽ യൂഷ്വലി ടേക്ക് ടൈം. ഓക്കെ, യൂഷ്വലി ടേക്ക് ടൈം. ഇനി വാക്വം ചെയ്യുന്ന സമയത്ത് ചില ഓബ്ജക്ട്സ് അല്ലെങ്കിൽ ചില സാമ്പിൾസ് ഡാമേജ് ആയി പോകാനുള്ള സാധ്യതയും ഇതിനകത്തുണ്ട്. ഓക്കെ, ഇനി ലൈൻ വിഡ്ത്ത് മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ഇവിടെ പറയുന്നു പെർഫോമിംഗ് എനി അനാലിസിസ് അതർ ദാൻ ലൈൻ വിഡ്ത്ത് മെഷർമെന്റ്. ഓക്കെ, ലൈൻ വിഡ്ത്ത് മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർഫോമിംഗ് എനി അനാലിസിസ് അതർ ദാൻ ലൈൻ വിഡ്ത്ത് മെഷർമെന്റ് ഡയറക്ട്ലി വിത്ത് സം സോഫ്റ്റ്വെയർ ഈസ് ഡിഫിക്കൽട്ട്. ഓക്കെ, നമുക്ക് ലൈൻ വിഡ്ത്ത് മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 2 പോയിന്റ്സിനിടയിലുള്ള മെഷർമെന്റ് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അതിനേക്കാൾ കൂടുതലായിട്ട് ഒരു പർപ്പസും നമുക്ക് ഈ സെം വെച്ച് നടക്കത്തില്ല. ഓക്കെ, സോ ലൈൻ വിഡ്ത്ത് മെഷർമെന്റ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താ ഉദ്ദേശിക്കുന്നത്? ഡിറ്റർമിനിങ് ദ വിഡ്ത്ത് ഓഫ് മൈക്രോസ്കോപ്പിക് ഫീച്ചേഴ്സ് ഓൺ എ സാമ്പിൾ. ഓക്കെ, നമ്മളുടെ സാമ്പിളിലുള്ള മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഫീച്ചേഴ്സിന്റെ വിഡ്ത്ത് മെഷർ ചെയ്യാൻ നമുക്ക് ഈ സെം വെച്ച് പറ്റും. പക്ഷേ 2 കോർഡിനേറ്റ്സ്, അതുപോലെ തന്നെ ആ കോർഡിനേറ്റ്സിനിടയിലെ ഡിസ്റ്റൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രയാസമാണ്. ഓക്കെ, സോ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അതിന്റെ യൂസേജ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ആറ്റംസ്, മോളിക്യൂൾസ്, അതുപോലെ തന്നെ വൈറസ്. ഓക്കെ, ബയോമെഡിക്കൽ ഫീൽഡിലൊക്കെ വളരെയധികം ആപ്ലിക്കേഷൻ ഉള്ള ഡിവൈസ് ആണ് സെം. ഓക്കെ, അതുപോലെ തന്നെ ആറ്റംസ്, മോളിക്യൂൾസ് എന്ന് പറയുമ്പം കെമിസ്ട്രി അല്ലേ, ഓർഗാനിക്സ്, ഇതിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. ഇതിന് വളരെ കോസ്റ്റ്ലി ആണ് അല്ലേ, നിയർലി 1 crore പ്രൈസ് വരും ഒരു സെം മൈക്രോസ്കോപ്പിന്. ഓക്കെ, സോ ഇത് വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോൺ ബീം ആയതുകൊണ്ട് അതിന്റെ വേവ് ലെങ്ത് കുറവാണ്, കുറച്ചുകൂടി മാഗ്നിഫിക്കേഷൻ, ഏകദേശം 2 lakhs ടൈം മാഗ്നിഫിക്കേഷൻ ഒക്കെ പോസിബിൾ ആണ്. ഓക്കെ, സോ ഇതാണ് ഈ പ്രോസസ്സിന്റെ ഈ ഒരു എക്യുപ്മെന്റിന്റെ അഡ്വാൻറ്റേജസ്. ഓക്കെ, സോ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പായിട്ട് ഒരു കമ്പാരിസൺ എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായോ? അതിന്റെ മാഗ്നിഫിക്കേഷനെ കമ്പയർ ചെയ്യാം, അതിലുപയോഗിക്കുന്ന ലൈറ്റിനെ കമ്പയർ ചെയ്യാം അല്ലേ. പിന്നീട് അതിൽ വെച്ചിരിക്കുന്ന ഓബ്ജക്ട്സില് ഒരു ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് ആണെങ്കിൽ നമുക്ക് മെഷർമെന്റ്സ് എടുക്കാം, ആംഗിൾ മെഷർ ചെയ്യാം. എന്നാൽ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലാണെങ്കിലോ 2 എഡ്ജസിനിടയിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് അപ്രോക്സിമേറ്റ്ലി മെഷർ ചെയ്യാം, അതിനപ്പുറത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആൻഡ് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്. ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോടെ? ഹലോ, മനസ്സിലായി? ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കുക. നമ്മൾ തന്നിട്ടുള്ള 2 ടെക്സ്റ്റ് ബുക്ക് നോക്കുക. ഇപ്പോൾ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ഇതൊന്നും നമ്മളുടെ മെഷർമെന്റ് മെട്രോളജി എന്ന് പറയുന്ന ടെക്സ്റ്റിൽ വരാൻ സാധ്യതയില്ല. ആ ടോപ്പിക്സ് നിങ്ങൾ നെറ്റിൽ നിന്ന് മെറ്റീരിയൽസ് കണ്ടുപിടിച്ച് പഠിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, എല്ലാം സെയിം ആണ്. ഞാൻ അതിന്റെ PPTs ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, എങ്കിലും കൂടുതലായിട്ട് ഒരു ഇൻഡെപ്ത് നോളജ് ഈ 2 ടോപ്പിക്കിൽ നമുക്ക് ആവശ്യമാണെങ്കിൽ അത് നമ്മൾ മെറ്റീരിയൽസ് സോഴ്സസിൽ നിന്ന് കണ്ടെത്തി അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും മനസ്സിലാവാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ അറ്റൻഡൻസ് എൻ്റർ ചെയ്യുക.